ഗലാത്യ ലേഖനം നോക്കാമോ? 4:19 ഗലാത്യ ലേഖനം നോക്കാമോ? പെട്ടെന്ന് നോക്കി. 4:19 ഗലാത്യ ലേഖനം 4:19. മോൾ അതിന് തൊട്ട് മുകളിലെ സെന്റൻസോടെ വായിച്ചേ. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ വായിച്ചോ. ഇന്ന് നിങ്ങളുടെ അടുക്കലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അടുത്തത്, ഞാൻ നിങ്ങളെ കുറിച്ച് വിഷമിക്കുന്നു. എന്നാ അദ്ദേഹം ഈ പറഞ്ഞതിന്റെ അർത്ഥം? പൗലോസ് ഒരു അസൂയക്കാരനല്ല. എല്ലാ സഭക്കാരെ കുറിച്ച് ആരെങ്കിലും ലോകത്തിൽ അദ്ദേഹത്തിന്റെ സമകാലിക കാലഘട്ടത്തിൽ ലോകത്തിൽ എവിടെയെങ്കിലും കർത്താവിനെ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അയാൾ പോകാത്ത സഭയാണെങ്കിൽ പോലും അവരെക്കുറിച്ച് കേട്ടാൽ പ്രശംസിച്ചൊരു കത്തെഴുതുന്ന മനുഷ്യനായിരുന്നു, അല്ലേ? റോമാസഭയിലൊന്നും അദ്ദേഹം പോയിട്ടില്ല. പക്ഷെ അവിടെ എഴുതുന്നു, നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി, അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സ്തോത്രം ചെയ്തു. എപ്പോഴെങ്കിലും നിങ്ങളുടെ അടുക്ക വരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അത്ര നല്ല മനുഷ്യൻ. എല്ലാവരെ കുറിച്ചും നല്ലതേ ചിന്തിക്കുള്ളൂ. പക്ഷെ ഗലാത്യ സഭക്കാരോട് പറയുക, നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ്. അങ്ങനെയല്ലേ വായിച്ചേ? നിങ്ങളെ ഓർക്കുമ്പോൾ നിങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു. വൈ? എല്ലാരെ കുറിച്ചും സന്തോഷിക്കുന്ന, എല്ലാരെ കുറിച്ചും സ്തോത്രം ചെയ്യുന്ന, എല്ലാരെ കുറിച്ചും നല്ലത് മാത്രം പറയുന്ന ഈ നല്ല മനുഷ്യൻ ഗലാത്യ സഭക്കാർക്ക് പച്ചക്കെഴുതി, നിങ്ങളെ ഓർക്കുമ്പോൾ എന്റെ ചങ്ക് പൊട്ടുക, നിങ്ങളെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമ. എന്നെ സ്വത്രാഴ്ച കൊടുക്കുന്നില്ലേ? പുള്ളി വരുമ്പോ പുള്ളി ആദരിക്കുന്നില്ലേ? ഇതെല്ലാം ചെയ്യുന്നതാ, ഇതെല്ലാം ചെയ്യുന്ന കൂട്ടരാ. കാരണം എൻ്റെ പുറകിൽ എഴുതിയിട്ടുണ്ട് സ്തോത്രം 4-5 കൂട്ടം കാര്യങ്ങൾ. സ്തോത്രം, ഞാൻ എൻ്റെ ഹിസ്റ്റോറിക്കലായിരിക്കുന്ന കാര്യങ്ങൾ. നിങ്ങളെ ഒരുപാട് ദൈവം സ്നേഹിക്കുന്നു. അതുകൊണ്ട് കർത്താവ് സ്തോത്രം ഇന്ന് ഒരു കൈവിട്ട കാര്യമാണ് ചെയ്യുന്നത്. കാരണം ഒരു 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 റൂട്ടിലൂടെ അല്ല, മറിച്ച് ദൈവം തമ്പുരാൻ ഇന്ന് നീന്തി കയറുവാൻ തോന്നുന്നു. സ്തോത്രം. കാരണം അതുപോലെ ദൈവം കൊണ്ടുവരിക. നിങ്ങൾ നോക്കിയേ, ഈ സഭക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തവരാ. ഇവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഞാൻ പറയാം, കേട്ടോ. അതിനൊക്കെ മുമ്പ് ഈ വാക്യം പറഞ്ഞോട്ടെ. 4:19 നോക്കിയോട്ടെ. ഇവരെക്കുറിച്ച് വിഷമിക്കുന്നു. എന്നിട്ട് അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞൊരു വാക്ക് കേട്ടോ, ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് എൻ്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. ആ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരു പഴയ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ളൊരു ഫ്രേസാണ്. നമ്മുടെ കാലഘട്ടത്തിൽ പറയും ചിലപ്പോൾ 5 പിള്ളേരുള്ള അപ്പൻ, 5 മക്കളുള്ള അപ്പൻ, 4 പേരും പഠിച്ചു. ഒരാള് സ്തോത്രം എൻജിനീയറായി, ഒരാള് എയർഫോഴ്സിൽ പോയി, അങ്ങനെയൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് ഒരുത്തം മാത്രം കൂട്ടുകൂടി നടക്കുക. അപ്പം അവനെക്കുറിച്ച് അപ്പം പറയും, എൻ്റെ പൊന്നു മോനെ, നീ ഒന്ന് നന്നായി കണ്ടിട്ട് എനിക്ക് ചത്താ മതിയായിരുന്നു എന്ന് പറയോ? പാലക്കാട് അതും പറയുകയല്ല. സ്തോത്രം. ഞങ്ങളുടെ നാട്ടിൽ വരണത് കേൾക്കണമെങ്കിൽ പറയടാ, നീ ഒന്ന് നന്നായി കണ്ടിട്ട് ചത്താ മതിയിടാ എന്ന് നമ്മൾ ഒരു ഫ്രേസാണ്, അതല്ലേ? ഫ്രേസ എന്നതുപോലെ പറയുക, നിങ്ങളുടെ ഇടയിലിരുന്ന് എൻ്റെ ശബ്ദം മാറ്റാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അതിനർത്ഥം എന്താ? നിങ്ങൾ നന്നായിട്ട് ഇനി വേറൊരിടത്ത് പ്രസംഗിക്കണമെന്നില്ല, എൻ്റെ ശബ്ദം ഇവിടെ വെച്ചങ്ങ് തീർന്നോട്ടെ. നിങ്ങൾ നന്നായി കണ്ടായിരുന്നെങ്കിൽ ഇനി ഒരിടത്തും പ്രസംഗിക്കണം എന്നില്ല എനിക്ക്. അത്രയ്ക്ക് പെയിൻഫുള്ളാണ്. എന്താ കാരണം? വീണ്ടും മുകളിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്നു, ക്രിസ്തു അദ്ദേഹം പ്രസവ വേദനപ്പെടുന്നു. എന്താ പ്രശ്നം? ക്രിസ്തു ഇവരിൽ ഉരുവായിട്ടില്ല. അതല്ലേ പ്രശ്നം? ക്രിസ്തു ഉരുവായിട്ടില്ല. കൊലോസ്യ സഭക്കാരെ നോക്കി, 1:27 നോക്കി. കൊലോസ്യ സഭക്കാരെ നോക്കി, 1:27 നോക്കി. 1:27. അടുത്തത്, ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. അപ്പൊ കൊലോസ്യ സഭക്കാരും ഗലാത്യ സഭക്കാരും തമ്മിലുള്ള വ്യത്യാസം. കൊലോസ്യ സഭക്കാരെ കുറിച്ച് പൗലോസ് അഭിമാനത്തോടെ പറയുന്നു, ആ മർമ്മം, ദ മിസ്റ്ററി. എന്താണ് ആ മിസ്റ്ററി? മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു.
അപ്പൊ അവരുടെ അകത്ത് യേശുണ്ട്. ഗലാത്യരോട് പറയുന്നു, എന്റെ പൊന്നു മോനെ, നിന്നെ ഓർക്കുമ്പോ വിഷമാടാ. എന്തോരം പ്രസംഗം ഞാൻ നിങ്ങളുടെ ഇടയിൽ പ്രസംഗിച്ചടാ. ഇനി ഒരു പ്രസംഗം കൂടെ പ്രസംഗിച്ച അവിടെ ഉരുളി വീണ് ചത്താലും വേണ്ടില്ലടാ. ഇങ്ങനെയൊക്കെയല്ലേ വാക്കിന്റെ അർത്ഥം? ഇങ്ങനെയല്ലേ ഗ്രഹിക്കണ്ടേ? നിങ്ങളുടെ ഇടയിൽ നിന്റെ ശബ്ദം മാറ്റിയെന്ന് വെച്ചാൽ നിന്നോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങ് ചത്തുപോയാലും കുഴപ്പമില്ല, എന്നാലെങ്കിലും ഞാൻ പ്രസവവേദനപ്പെടുന്നു. എന്താ കാര്യം? നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു ഉരുവായിട്ടില്ല. അയ്യോ, നമ്മള് ഇന്ന് വേറെ ഏതാണ്ടും കേൾക്കാൻ വന്നതാ. ഞാനും ഞെട്ടി നിൽക്കുക. ഞാനും പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയാൻ വേണ്ടി ശ്രോത്രമൊക്കെ ഒരുങ്ങി നിൽക്കുക. വൈകുന്നേരമെങ്കിലും പറയാൻ പറ്റുമെന്ന് നോക്കാം. പക്ഷെ ദൈവം നിങ്ങളോട് ചില മർമ്മങ്ങൾ പറയുക. ഇതൊരു നിർണയത്തിൽപ്പെട്ട കൂട്ടമാണ്. ഇതാളെ കൂട്ടുന്ന സംഘമാകരുത്. ഇത് സ്തോത്രം എന്തെങ്കിലും കാണും. ഇത് ക്രിസ്തു അകത്തുള്ളൊരു സംഘമാകണം. അവനെ പൊട്ടിക്കാൻ കഴിയല. നിർണയങ്ങൾ നിറവേറണം. Holy Spirit, ഹല്ലേലൂയ. അതൊരു മിസ്റ്ററിയാണ്. ഏത്? ക്രിസ്തു അകത്തിരിക്കുന്നു എന്നത് ഒരു മർമ്മമാണ്. ലോക മതങ്ങളും ക്രിസ്ത്യാനിത്വം തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം, ലോകത്തിലെ ഏത് പൊന്നു മതമാണെങ്കിലും ആ മതങ്ങളെല്ലാം അവരുടെ ആരാധനാമൂർത്തിയെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിട്ട് പ്രത്യേക സമയങ്ങളിൽ അവിടെ പോയി കാണും. അതല്ലെങ്കിൽ ഇച്ചിരോടെ കടത്തി പറഞ്ഞാൽ, ഇനി ഏതെങ്കിലും ശക്തികളെ ആവഹിച്ച് ഒരു ചരടിലോ തകിടിലോ ആനവാലിലോ കയറ്റിയിട്ട് അത് ശരീരത്തിൽ കെട്ടുകയോ അണിയോ ചെയ്യും. നിങ്ങൾക്ക് പേടിയാവുന്നുണ്ടോ? ഇല്ലല്ലോ. സ്തോത്രം. ഇന്ന് സാത്താന്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക. ദൈവം തമ്പുരാൻ ഇതിനകത്ത് ചിലരെ പ്രതീക്ഷിച്ച പലരെയും കൊണ്ടുവന്നില്ല. പക്ഷെ ദൈവത്തിനുള്ളവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരെ വെച്ചുകൊണ്ട് ദൈവം അത് ചെയ്തുകൊണ്ടിരിക്കുക. നിന്റെ അകത്ത് യേശു വാണാൻ നീ നിമിത്തം ദൈവം പലതിനെയും പണിതെടുക്കും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്പൊ ലോക മതങ്ങളെല്ലാം ആ വക ശക്തികളെ ആവഹിച്ചെടുത്ത് ചരടിലും തകിടിലും എല്ലാം വെച്ച് അവരങ്ങനെ വ്യവസ്ഥാപിതമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്രിസ്ത്യാനിത്വം പറയുന്നു, നമ്മുടെ ദൈവം ചരടി കയറില്ല, തകിടി കയറില്ല, ഏലസി കയറില്ല, സ്തോത്രം ഒരു പരിപാടി കയറില്ല, ആനവാലിൽ കയറില്ല, കല്ലിലോ മണ്ണിലോ കയറില്ല. ആ ദൈവത്തെ ആവഹിച്ച് ഈ പറയുന്ന ഒന്നിനും കയറ്റാൻ പറ്റിയാല. പിന്നെയോ ഞാൻ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞാൽ എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാക്കിക്കൊണ്ട് എന്നിൽ വസിക്കും എന്റെ ദൈവം. ഇതുപോലൊരു മർമ്മം വേറെയുണ്ടോ? ഇതുപോലൊരു ഭാഗ്യം വേറെയുണ്ടോ? യേശുവിന്റെ നാമത്തിൽ അവൻ എന്നിൽ വസിക്കും. എന്റെ ആരാധ്യൻ, എന്റെ മശിഹ, എന്റെ മഹത്വമായവൻ, അവനെ ഞാൻ ഹല്ലേലൂയ ആണ്ടിൽ ഒരിക്കൽ എവിടെയെങ്കിലും പോയി കാണുകയല്ല. അവനെ കൊണ്ട് ഞാൻ നടക്കുക. അവൻ എന്നിൽ വസിക്കുക. ഹല്ലേലൂയ. അല്ലെങ്കിൽ ലോകത്തിലെ ഏതെങ്കിലും മതം അതിനെതിരെ പറയാറുണ്ടെങ്കിൽ കയറി വരട്ടെ. സ്തോത്രം. ഉണ്ടാ നമ്മൾ പറയുന്നത് നമ്മൾ നമ്മളെ തിരിച്ചറിയണം. ലോകത്തിൽ മറ്റാരേക്കാൾ വേർപാടിലും വിശുദ്ധിയിലും എല്ലാം നമ്മുടെ അടിസ്ഥാനമിട്ട് വിശ്വസിക്കാൻ കാരണം നമ്മുടെ അകത്ത് ദൈവം വസിക്കുന്നുണ്ട്. കൊരിന്ത്യ സഭക്കാരോട് പൗലോസ് എഴുതുമ്പോൾ പരിശുദ്ധാത്മാവിൽ ഇങ്ങനെ എഴുതിയത്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നല്ല എഴുതിയത്, വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ. അതിന്റെ അർത്ഥം എന്താ? അത് റിമൈൻഡിങ്. അർത്ഥം എന്താ? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. എന്ത് മറന്നു പോകും? ഓ, ദൈവം നമ്മുടെ അകത്ത് വസിക്കുന്നു മറന്നു പോകുമ്പോ എന്താ? ഞാൻ ഉദാഹരണം പറയാം. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് 3 മക്കളാ.
ഇപ്പോൾ വളർന്നു, പിള്ളേരൊക്കെ വലുതായി. ഇന്ന് തുടക്കം മുതൽ ഇന്ന് യോഗ ആയിരുന്നല്ലോ. ഞങ്ങൾ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരിക്കുക. ഒരു പഴയ വീടാ, 2 മുറിയുള്ള വീട്. അപ്പോൾ അന്ന് ദൈവദാസന്മാർ ഇതുപോലെ 21 യോഗം വെക്കുന്ന സമയത്തെല്ലാം ഈ ഒരു മുറിയിൽ നിന്ന് സാധനങ്ങളെല്ലാം അടിച്ചു മാറ്റി പിള്ളേരെയും കിടക്കയും പുസ്തകവും നോട്ടും എല്ലാം കൂടി ഈ ഒറ്റ മുറിക്കകത്താക്കിയിട്ട് മറ്റേ മുറി ഗസ്റ്റ് റൂമാക്കും. അപ്പോൾ സ്വത്രം പാസ്റ്റർക്ക് അവിടെ വലിയ അടപ്പുറപ്പൊന്നുമില്ല, താമസിക്കാൻ കിടക്കും. അപ്പോഴേക്ക് ഈ പിള്ളേർ 3:30 സ്കൂൾ വിട്ട് വരുന്നതൊരു മേടാണ്. നിങ്ങളുടെയൊക്കെ പിള്ളേർ നല്ലവരായിരുന്നതിൻ്റെ പേരിൽ മിണ്ടാതെ വന്ന് മമ്മിയെന്ന് വിളിച്ച് അടുക്കളയിൽ വന്ന് തന്നെ ചായ ഉണ്ടാക്കി കുടിച്ചോളും. ഇപ്പം ഞങ്ങളുടെ പിള്ളേർ അങ്ങനെയല്ല. താഴെ വരുമ്പോഴേ ഷൂ ഒക്കെ ഒരു എയറാണ്. ബാഗ് എറിഞ്ഞ് ബഹളം വെച്ച് സ്വത്രം. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞതാ ചപ്പാത്തി വേണ്ടെന്ന് പറഞ്ഞ അമ്മ എന്നെ പറ്റിച്ച് പ്ലേറ്റ് എറിഞ്ഞ്. അങ്ങനെയൊക്കെ എറിയുമ്പോൾ എൻ്റെ ഭാര്യ പലപ്പോഴും പറഞ്ഞു എന്നറിയോ, മിണ്ടരുത്, പാസ്റ്റർ അകത്തുണ്ട്. നിങ്ങളെല്ലാവരും പാസ്റ്ററാവണം. സ്വത്രം. പിള്ളേർ വലുതാകുന്നേക്കാൾ മുമ്പ് പാസ്റ്ററാവണം, എന്നാലേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. അപ്പോൾ അവിടെ മിണ്ടരുത്, പാസ്റ്റർ അകത്തുണ്ട്, മിണ്ടരുത്. അപ്പോൾ ഒരു പേടി, മിണ്ടത്തില്ല. പാസ്റ്റർ അകത്തുണ്ടെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇന്ന് അവിടെ പൊളിക്കും. ഇതുപോലെ പൗലോസ് കൊരിന്ത്യരോട് പറയുക, നിങ്ങളുടെ അകത്ത് ദൈവം വസിക്കുന്നെന്ന് അറിയുന്നില്ലേ? അത് പറയുമ്പോഴേക്കും പെട്ടെന്ന് ഒതുങ്ങും. അയ്യോ സ്തോത്രം. ഇത് ഇടയ്ക്കിടയ്ക്ക് തന്നെത്താൻ പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മുടെ ജഡത്തോട്, നമ്മുടെ ഈഗോയോട് സ്തോത്രം പറയണം, ഡാ ദൈവകത്ത് വസിക്കുന്നുണ്ട്. ആ ബോധ്യം ഉണ്ടെങ്കിൽ, ആ ബോധ്യം വരാതെ നമ്മൾ നന്നാവില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ബോധ്യം അകത്തുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കും, താഴും, നമ്മുടെ വാക്കുകൾ പരിമിതമാക്കും. അകത്ത് ദൈവം ഉണ്ടെന്നുള്ള ബോധ്യം വന്നാൽ നമ്മൾ നമ്മളെ തന്നെ ക്ലിയർ ചെയ്യും. അപ്പൊ വാസ്തവത്തിൽ ക്രിസ്ത്യാനിത്വത്തിന്റെ ഏറ്റവും വലിയ, അതുകൊണ്ട് അതിനെ മിസ്റ്ററി എന്ന് വിളിച്ചത്, മർമ്മം എന്ന് പറഞ്ഞത്. എന്താ മർമ്മം? ഞങ്ങൾക്ക് പട്ടണ മധ്യത്തിൽ ഭയങ്കര ഏക്കർ കണക്കിന് സ്ഥലമുണ്ടെന്നോ, ഞങ്ങൾക്ക് ഹല്ലേലൂയ ഇത്ര ലക്ഷം ആളുകളുണ്ട്, ഇതെല്ലാം ഞങ്ങളുടെ മർമ്മം. പിന്നെ എന്താ? ഞങ്ങൾ ആള് കുറവായിരിക്കും, ഞങ്ങൾ വാടക കെട്ടിടത്തിലായിരിക്കും, മരച്ചോട്ടിൽ ആരാധിക്കുന്നത്. ഇന്നത്തെ കാലമല്ലല്ലോ, 1-ാം നൂറ്റാണ്ടല്ലേ. അന്ന് സർക്കാർ അനുകൂലമല്ല, ആരും കൂടെയില്ല, കെട്ടിടമില്ല, സ്വത്രം 1 സെന്റ് ഭൂമിയില്ല. കൊലോസ്യ ലേഖനം പൗലോസ് എഴുതുമ്പോൾ ദൈവസഭയ്ക്ക് ലോകത്തിൽ ഒരിടത്തും 1 സെന്റ് ഭൂമിയില്ല. ഉണ്ടോ? അണ്ടർഗ്രൗണ്ടിൽ പീഡന സഭകളാ. പക്ഷെ അവര് പറഞ്ഞു, ഞങ്ങൾക്ക് മെട്രോപൊളിറ്റൻ സിറ്റിയുടെ നടുക്ക് 25 ഏക്കർ സ്ഥലമുള്ളതല്ല ഞങ്ങളുടെ മർമ്മം. ഞങ്ങളുടെ അകത്ത് സൃഷ്ടാവ് വസിക്കുന്നുണ്ട്, അതാ ഞങ്ങളുടെ മർമ്മം. മരിക്കുന്നത് വരെ വാടക കെട്ടിടത്തിൽ കടന്ന് മരിക്കേണ്ടി വന്നാലും ഒരു ചുളുക്കോ ഇല്ല. കാരണം എന്താ? ഈ ലോകത്തിലൊരു മിസ്റ്ററിയായി, ഒരു മർമ്മമായി ജീവിച്ചു മരിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അതിനേക്കാൾ വലുത് വേറെന്തുണ്ട്? ക്രിസ്തീയ ജീവിതത്തിനായി സ്തോത്രം, ഈ സൗഭാഗ്യ ജീവിതത്തിനായി സ്തോത്രം. എന്റെ ദൈവമേ, ഇതിൽ ഞങ്ങളെ കൂടി പങ്കാളിയാക്കിയതിനായി എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് സ്തോത്രം. ഈ മർമ്മത്തിൽ ഒരു പങ്കാളിയാകാൻ ദൈവം നമുക്ക് കൃപ തന്നല്ലോ. അതിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കരമുയർത്തി ഒന്നുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഗലാത്യ സഭക്കാരെ കുറിച്ച് പൗലോസ് വിഷമിക്കുന്നു. കാരണം അവരുടെ അകത്ത് ക്രിസ്തു ഉരുവായിട്ടില്ല. കൊലോസ്യ സഭക്കാരെ കുറിച്ച് പറയുന്നു, സ്തോത്രം, നിങ്ങളൊരു മർമ്മമാണ്. കാരണം മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. അപ്പൊ ഗലാത്യ സഭക്കാര് ഒന്നും ചെയ്യാതെ പ്രാർത്ഥന കൂട്ടാന്ന് വിചാരിക്കരുത്. അവര് ചെയ്യേണ്ട പ്രൊസീജിയറൊക്കെ ചെയ്തവരാ. അതിനും അപ്പുറമാണ് ഈ മർമ്മം.
ഞാൻ കാണിച്ചു തരാം. അവർ ചുമ്മാ കയറി വന്നവരാണോ നോക്കി. ഗലാത്യ ലേഖനത്തിലേക്ക് തന്നെ വന്നേ. ഗലാത്യ ലേഖനത്തിൽ തന്നെ ഒന്നാമത്തെ കാര്യം 1:9 വാക്യം. 1:9 ഞങ്ങൾ മുൻ പറഞ്ഞതുപോലെ. അടുത്തത് നിങ്ങൾ കൈക്കൊണ്ട സുവിശേഷം. അപ്പൊ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? സുവിശേഷം കൈക്കൊണ്ടിട്ടുണ്ട്. ചുമ്മാ അങ്ങ് വന്നിട്ട് യോഗത്തിന് വന്നിരുന്നവരല്ല, സുവിശേഷം കൈക്കൊണ്ടവരാ. ഇനി അടുത്തൊരു വാക്യം വായിച്ചേ. സ്തോത്രം. അടുത്തൊരു വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. അത് 2-ാമത്തെ അധ്യായത്തിൻ്റെ സ്തോത്രം 2-ാമത്തെ അധ്യായത്തിൻ്റെ 3:2 വായിച്ചു. 3:2. അപ്പൊ ഇവർക്ക് എന്ത് കിട്ടിയിട്ടുണ്ട്? ആത്മാവ് ലഭിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് വായിച്ചേ. 3-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. 3:27. 3:27. അപ്പൊ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്? സ്നാനം ഏറ്റിട്ടുണ്ട്. ഇനി അടുത്തതൊന്ന് വായിച്ചു നോക്കി. 4:15 വായിച്ചേ. നിങ്ങളുടെ ഭാഗ്യപ്രശംസ എവിടെ? അപ്പൊ അടുത്ത കാര്യം, പൗലോസ് എന്ന് പറഞ്ഞ ജീവനാ. വേണമെങ്കിൽ കണ്ണ് ചൂഴ്ന്നെടുത്ത് കൊടുക്കും. ഇത്രയും കാര്യം ചെയ്തിട്ടും പൗലോസ് പറയുന്നു ക്രിസ്തു ഉള്ളിൽ ഉരുവായില്ലെന്ന്. സ്തോത്രം. അപ്പൊ നിങ്ങൾ മനസ്സിലാവുന്നോ? ചുമ്മാ കൈയും പൊക്കി വന്നതല്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ കയ്യിൽ നിന്ന് പ്രസംഗം തെന്നി മാറിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ദൈവത്തിന് പറയാനുള്ളത് പറയുക. ഇനി ഇന്ത്യയിൽ ഒരു സഭ ജയിക്കണമെങ്കിൽ ഒരു മർമ്മമായി നിന്നേ പറ്റൂ. അതിനുള്ള വഴി ഇന്ന് അധികം ആളുകളെ വരുത്താതെ സ്വർഗം ഇതിനകത്ത് വന്ന് പറഞ്ഞു തരിക. എന്നും പ്രാർത്ഥിച്ചോളണം, എന്നും പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കൂടെ വരുന്നവരുടെ അകത്ത് യേശു ഉരുവാകണം. ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവെന്ന് നിങ്ങളോട് പറയുന്നു, പാസ്റ്ററെ ഞാൻ ഇത് പറയുമ്പോൾ ശക്തമായി എനിക്ക് ദൈവാത്മാവ് പ്രേരണ തരുന്നുണ്ട്. നിങ്ങൾക്ക് കർത്താവ് വെറും ഒരു ശുശ്രൂഷകനായി തുടരാനല്ല, ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ നിങ്ങളത് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളത് പ്രാർത്ഥിക്കുന്നുണ്ട്. ആഴങ്ങൾ കിടക്കുന്ന മണിമുത്തുകൾ സ്വർഗം നിങ്ങളുടെ അധരത്തിലൂടെ ദൈവത്തിന്റെ ജനത്തെ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരാക്കി മാറ്റാൻ കർത്താവിന്റെ ആത്മാവിന്റെ പ്രത്യേക പരിഗണന. ദൈവാത്മാവ് ഈ ഉപവാസത്തിൽ നിങ്ങൾ മറ്റെന്തു ചോദിച്ചതിനേക്കാൾ സ്വർഗം തിരിച്ചറിയുന്നു. നിങ്ങളൊരു ശുശ്രൂഷയുടെ ക്ലാരിറ്റി ചോദിക്കുന്നുണ്ട്. ഒരു ക്ലാരിറ്റി. എല്ലാരും ചെയ്യുന്ന പോലെ ചെയ്യാനല്ല, എല്ലാരും കാണിക്കുന്ന പോലെ കാണിക്കാനല്ല. എന്നെ നിന്റെ ഹിതപ്രകാരം നിർത്തണമേ. നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണാൻ എന്നെ കണ്ണു തുറക്കണമേ. ഇത് ദൈവത്തോട് നിലവിളിച്ചത് സ്വർഗത്തിൽ എത്തിയിട്ടുണ്ട്. ദൈവം അത് നിറവേറ്റാൻ പോകുകയാ. ദൈവം അത് നിറവേറ്റാൻ പോവാ. വിശ്വസിക്ക്. കർത്താവേ, ഇത് താഴെ പോകരുത്, ഇത് താഴെ പോകരുത്, ഇത് ഒതുങ്ങി പോകരുത്, ഇത് ശത്രു എതിർത്ത് പോരാടി തളർത്തിക്കളയരുത്. ഇതിവിടെ ഭയങ്കര മർമ്മമാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ക്രിസ്തു ഉള്ളിൽ ഉരുവാകുക എന്ന് പറയുന്നത് ഇതിനൊക്കെ അപ്പുറം. സ്തോത്രം. അങ്ങനെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നൊരു സംഘം, അവരാണ് മർമ്മം. അകത്തേശുവിനെയും കൊണ്ട് നടന്നാൽ നീ ചെല്ലുന്നിടത്ത് തന്നെ വാതിൽ തുറക്കും. നീ ചെല്ലുന്നിടത്ത് പർവ്വതങ്ങൾ ദുർഘടങ്ങൾ നേരെയാകും. The mystery. ദൈവസഭ ഒരു മർമ്മമാണ്. ആദ്യം ഇവിടെ ദൈവം പുറന്തോട് പൊട്ടിച്ച് പുറത്തു കൊണ്ടുവരിക.
ആ വിത്ത് ഇവിടെ മുളക്കിയ ദൈവം അത് ചെയ്യാൻ പോകുകയാ. പലരും കണ്ട് വിമർശിച്ചതല്ല. സ്വത്രം ഇവിടെ കാണാനിരിക്കുന്നേ ഉള്ളൂ. ആത്മശക്തി എന്താന്ന്, വിടുതൽ എന്താന്ന്, യേശു പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ എന്താകുമെന്ന് കാണാനിരിക്കുന്നേ ഉള്ളൂ. ജാതികള്, വിരോധികള്, എതിർക്കുന്നവര്, അന്ധകാര ശക്തികള്, സാന്നിധ്യം സാന്നിധ്യം സാന്നിധ്യം, ദൈവത്തിന്റെ മഹനീയ സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. പരിശുദ്ധാത്മാവ് ഇതിവിടെ നിറവേറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ ഒരു ഭയങ്കര പകർച്ച ഈ യോഗം തീരുന്നതിനേക്കാൾ മുമ്പ് ഈ അഭിഷിക്തന്റെ മേൽ പകരട്ടെ, അത് പകരട്ടെ, അത് പകരട്ടെ, അത് റഖാന സാധാനിയ. നീ ഒരു മർമ്മമാകണം, നീ ഒരു മർമ്മമാകണം, നീ ഒരു സാധാരണക്കാരനാകരുത്. കർത്താവ് എന്നോട് പറയുന്നു, നീ ഒരുപാട് കറങ്ങി നടന്നവനാ, നീ വലിയ വലിയ പട്ടണങ്ങൾ സ്വപ്നം കണ്ടവനാ, നീ വൻകിട പട്ടണങ്ങളിൽ കാലുകുത്തിയവനാ. അവിടെ ഒന്നും നിർത്താതെ ഈ വരണ്ട ഭൂമിയിൽ നിന്നെ കൊണ്ടുവന്നത് ഒരു നിർണയമാണ്. ഈ നിർണയത്തിന്റെ മേൽ, ഈ നിർണയത്തിന്റെ മേൽ സ്വർഗം വലിയവ ചെയ്യാൻ പോവുക. ഒരു മർമ്മം വെളിപ്പെടാൻ പോവുക. ഒരു സഭ ഉണ്ടാകാൻ പോകുക എന്നല്ല, ചിലർ സ്നാനപ്പെടാൻ പോകുക എന്നല്ല, ഒരു മർമ്മം വെളിപ്പെടാൻ പോകുക. ദൈവമേ, അത് തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. നിങ്ങളുടെ ദാസനാകുന്ന അടിയൻ ഈ പുൽപ്പിറ്റ് നിന്ന സമയം മുതൽ ഇങ്ങനെ ഒരു അവസരം ദൈവം തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നിറവേറ്റുന്നതിനായി സ്തോത്രം. ഈ നിന്റെ മകനെ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ സഭയുടെ നടുക്ക് വെച്ച് ഞാൻ അധികാരത്തോടെ ഈ ദൂതുമായി നിയോഗിക്കുക, ഓടാൻ ചെയ്യുക, ഓടാൻ ചെയ്യുക. ഇവൻ അത് തന്നെ ആയിരിക്കട്ടെ, അത് തന്നെ ആയിരിക്കട്ടെ. സ്വർഗം അത് ചെയ്യട്ടെ, ദൈവം അത് ചെയ്യട്ടെ, പരിശുദ്ധാത്മാവ് അത് ചെയ്യട്ടെ. ഇവിടെ നിൽക്കുന്ന എല്ലാവരിലും ഉടാരാബാന ശംദലാദന ഉടലഭക്ഷസിയ ഉടാരഘടക ശംദലരകടന് അമ്മയുടെ ഉദരത്തിൽ കടന്നപ്പോഴേ നിന്നെ വേറെ ആർക്കും കൊടുക്കില്ലെന്ന്, നിന്നെ ഒരു ജോലിക്ക് വിടില്ലെന്ന്, നിന്നെ മറ്റൊരു രാജ്യത്തിന് കൊടുക്കില്ലെന്ന്, നിന്നെ അറബിക്കോ സായിപ്പിനോ ലോകരാജ്യങ്ങൾക്കോ വിട്ടുകൊടുക്കില്ലെന്ന് സ്വർഗം നിർണയിച്ചിരുന്നത്. ഇതൊരു നിർണയമാണ്. കർത്താവേ, ഈ മകളുടെ മേൽ കിടക്കുന്ന നിർണയം, ഇവളുടെ മേൽ കിടക്കുന്ന നിർണയം നിന്റെ ദാസനോട് ചേർന്ന് ആ നിർണയങ്ങൾ വെളിപ്പെടട്ടെ. നീ ഒറ്റക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിന്റെ അടുക്ക വരും, ഞാൻ നിന്നോട് സംസാരിക്കും. ഇടനിലക്കാരില്ലാതെ, പ്രവാചകന്മാരില്ലാതെ, വ്യാഖ്യാതാക്കളില്ലാതെ ദൈവം നേരിട്ട് സംസാരിപ്പോൾ നിന്റെ കാതുകൾ തുറക്കുകയോ. ഇന്ന് ഈ പ്രാർത്ഥനയിൽ കാതുകൾ തുറക്കുകയോ. പരിശുദ്ധാത്മാവ് ലോക ശബ്ദം കേൾക്കാനല്ല, ഉടാരബാന ശംദലരദന റീഗൽകട ജനാദന, ലോക ശബ്ദം കേൾക്കാനല്ല, എന്റെ ശബ്ദം കേൾക്കാൻ കാതുകൾ തുറക്കുന്നു യേശുവിൻ നാമത്തിൽ. അഭിഷേക അധികാരത്തോടെ ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ മേലും, എല്ലാവരുടെ മേലും ദൈവാത്മാവ് ചെയ്യട്ടെ, വലിയവ ചെയ്യട്ടെ. ഒരു മർമ്മമാകാൻ ദൈവം ഒരുക്കട്ടെ. തൂരാജലാരബ ശംദലരഗദനാര ധീര ധീരദ രഗന രഗന വൈഡലരഗന ശംദലരഗന. ദൈവമേ, ഇവരെല്ലാവരും പ്രാപിക്കട്ടെ, ഇവരെല്ലാവരും പ്രാപിക്കട്ടെ. ക്രിസ്തു ഉള്ളിൽ ഉരുവാകുവാളും. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരമുയർത്തി ഒന്നോടെ സ്തോത്രം ചെയ്ത് എല്ലാവരും കൂടെ ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പറയാം. ഒന്ന് രണ്ട് കാര്യം കൂടെ നമുക്ക് എല്ലാവരും കൂടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. അത്ര അന്തരീക്ഷം ഇതിനകത്തുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. ആ വാക്ക് പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാണ്:
ക്രിസ്തു ഉരുവാകുവോളം. ഈ പ്രാർത്ഥനയുടെ പറയും ഉപവാസം ഒരു പക്ഷേ ഇന്നോ നാളെയൊക്കെ തീർന്നോട്ടെ, പക്ഷേ ചിലതിവിടെ നടക്കുവോളം സ്തോത്രം നീ ഉറങ്ങരുത്. ദാവീദ് പറഞ്ഞു ഓർക്കുന്നോ? സ്തോത്രം, ഹല്ലേലൂയ. സ്തോത്രം, ബേത്ലഹേമിൽ വെച്ച് കേട്ടത് സ്തോത്രം നമ്മൾ വനത്തിൽ കണ്ടെത്തി. അതിവിടെ വരുവോളം ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കയറി കിടക്കില്ല, എന്നെ കൺപോളെ ഉറക്കം കൊടുക്കില്ല. അതിവിടെ വരുവോളം, ഈ മർമ്മം ഇവിടെ വരുവോളം, ഇതിവിടെ വരുവോളം, ഇതിവിടെ വരുവോളം ദൈവം എന്നോട് പറയുന്നു, ഓരോ അക്ഷരത്തിലും ദൂതുണ്ട്. ദൈവം പറയുന്നു ഇതിവിടെ വരുവോളം ആരത് ഏറ്റെടുക്കുന്നു അവർക്ക് ഇന്നതിന്റെ കൃപ ദൈവം തരും. ഈ കേൾക്കുന്നത് സംഭവിക്കുവോളം തളരരുത്, ഒതുങ്ങരുത്, നിരാശപ്പെടരുത്. ഇതിവിടെ നടക്കുക തന്നെ ചെയ്യും. സഭ ഒരു കൂട്ടമല്ല, സഭ ഒരു മർമ്മമായി മാറും. ആർക്കും പിടികിട്ടിയല്ല ഇതെങ്ങനെ നടക്കുന്നു, എവിടെ നിന്നൊക്കെ ആള് വരുന്നേ. ഹോളി സ്പിരിറ്റ് ഹോളി സ്പിരിറ്റ് സാന്നിധ്യം, ദൈവ സാന്നിധ്യം, ക്രിസ്തു അകത്തുരുവാകുക. സ്തോത്രം. അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങൾക്ക് മാറ്റം വരും. രണ്ട് കാര്യം ആത്മാവിൻ്റെ ഉള്ളിൽ പറയുന്നത്, അതോടെ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് നിർത്താം. സ്തോത്രം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കേട്ടെ, ദൈവസാന്നിധ്യം നമ്മളിൽ നിറഞ്ഞു. ഇപ്പം നമ്മൾ പുതിയ നിയമത്തിൻ്റെ റെവലേഷൻ, ക്രിസ്തു നമ്മുടെ അകത്ത് വസിക്കുക, പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുക. നമ്മൾ വായിച്ച വാക്യം, എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുക. ഉള്ളിൽ ചിലത് വസിക്കുന്നവരാണെങ്കിൽ, പുറമേ കൊണ്ട് നടക്കുകയല്ല. അങ്ങനെയാണെങ്കിൽ അവരെ ദൈവം ഒരു മർമ്മമാക്കും. ഇനി അതൊന്ന് തെളിയിക്കാൻ വേണ്ടി രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, പഴയ നിയമത്തിലെ ദൈവത്തിൻ്റെ പെട്ടകം. സ്തോത്രം. പെട്ടകം ഒരു അചേതനമായ എന്ന് പറഞ്ഞാൽ ജീവനുള്ള സാധനമല്ല, മനുഷ്യനിർമ്മിതമാണ്. ദൈവം പറഞ്ഞതുപോലെ ഖദിരമരം കൊണ്ട് പറഞ്ഞ അളവിലുണ്ടാക്കി പൊന്നു പൊതിഞ്ഞു. പെട്ടകം ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം രണ്ട് കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. പുറപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പെട്ടകം ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം. ഒന്ന് വായിക്കാം നമുക്ക്. പെട്ടകം ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം ഒന്ന് വായിച്ചേക്കാം നമുക്ക്. പെട്ടെന്ന് ഞാൻ തീർക്കുകയും ചെയ്യാം. സ്തോത്രം. നോക്കൂ, പെട്ടകം ഉണ്ടാക്കിയതിൻ്റെ ഉദ്ദേശം ഇവിടെ എഴുതിയിരിക്കുന്നത് പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം. സ്തോത്രം. 10-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെയാണ് എഴുതി വെക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, വായിക്കേണ്ട. 10 മുതൽ 22 വരെയാണ് പെട്ടകം ഉണ്ടാക്കാനുള്ള നിയമം. പുറപ്പാട് എന്തിനാണ് പെട്ടകം ഉണ്ടാക്കിയത് എന്നത് 25-16 വായിക്കുന്നത് ഇങ്ങനെയാണ്. 25-16 വായിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം പെട്ടകത്തിൽ വെക്കണം. പെട്ടകത്തിന്റെ പർപ്പസ് നമ്പർ 1, ദൈവം പറയുന്നു ഞാൻ തരുവാനിരിക്കുന്ന സാക്ഷ്യം. അതിനർത്ഥം എന്താ? പെട്ടകം നീ അങ്ങ് പണിയ. പെട്ടകം പണിത് കഴിയുമ്പോൾ അതിനകത്ത് വെക്കേണ്ട സാക്ഷ്യം ഞാൻ തന്നോളാം. സ്തോത്രം. മനുഷ്യന്റെ പോളിസി പലപ്പോഴും എന്താണെന്നറിയാമോ? നമ്മൾ ആദ്യം ഇങ്ങനെയുള്ള സാധനങ്ങൾ വന്ന് കഴിയുമ്പോൾ അത് വെക്കാനുള്ള സൂത്രം ഉണ്ടാക്കുക. നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു അലമാരി മേടിക്കണം തോന്നിയത്? എല്ലാവരും അലമാരി മേടിച്ചു എന്നാൽ നമ്മുടെ വീട്ടിലും വേണം തോന്നിയപ്പോഴാണോ? ആണോ? ഫ്രിഡ്ജ് മേടിക്കണം തോന്നിയത് എപ്പോഴാണ്? എല്ലാ വീട്ടിലും പിടിച്ചിട്ടാണ് ആണോ? അല്ല. പട്ടിണി കിടന്ന കാലത്ത് 8-10 മക്കളുള്ള വീട്ടിൽ നാഴി അരിയിട്ട് വെച്ചിട്ട് തികയാത്ത വീട്ടിൽ ഫ്രിഡ്ജ് മേടിക്കണോ? പിന്നെ എപ്പോഴാ തോന്നിയത്? ഇതെല്ലാം കൂടി വെട്ടിപ്പിറക്കി വെച്ചിട്ട് ബാക്കി വരുന്നത് വെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ തോന്നിയത് ഒരു ഫ്രിഡ്ജ് മേടിക്കാം അല്ലേ? അലമാരി മേടിക്കാൻ തോന്നിയത് എപ്പോഴാ? ഞങ്ങൾക്ക് തോന്നിയപ്പോഴാന്ന് പറയാം, നിങ്ങൾക്ക് തോന്നിയപ്പോഴാന്ന് അറിയാലല്ലോ. ഞങ്ങൾക്ക് തോന്നിയപ്പോഴാന്നറിയാമോ? ഞങ്ങൾ ഈ വാടക വീട്ടിൽ കിടന്നപ്പോൾ സോപ്പ് വരുന്ന വലിയ കാർഡ്ബോർഡിൻ്റെ എന്താ അതിന് പറയാ, ബേസ് ബോർഡോ എന്താ പറയുക,
പാക്കി പെട്ടി, വേസ്റ്റ് ബോർഡ്, ആ പെട്ടിക്കകത്ത് ഈ പിള്ളേരുടെ തുണിയും എൻ്റെ ഷർട്ടും എൻ്റെ ഭാര്യയുടെ സാരി എല്ലാം കൂടി ഈ പെട്ടിക്കകത്തിട്ട് വെച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇതിങ്ങനെ കൊണ്ടുവന്ന് വാടക വീട്ടിൽ നിന്ന് മാറുമ്പോൾ അത് ആ മൂല കൊണ്ടുവയ്ക്കും. അങ്ങനെ വന്നപ്പോൾ എൻ്റെ ഭാര്യ 5-6 പ്രാവശ്യം പറയുന്നുണ്ട്, എൻ്റെ അച്ഛ ഇത് മുഴുവൻ ഇതിനകത്തിരുന്ന് കരിമ്പനടിച്ച് പോകത്തുള്ളൂ, ഇത് ഓരോ അലമാരി മേടിക്കേ എന്ന് തോന്നിയത് എപ്പോഴാ? തുണിയൊക്കെ ഒത്തിരി വന്ന് വെക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോഴാണ് അലമാരി മേടിക്കണം എന്ന് തോന്നിയത്. സ്തോത്രം. ആകപ്പാടെ ഒരു തുണി ശനിയാഴ്ച വൈകുന്നേരം നനച്ചിട്ട് പിറ്റേ ദിവസം അതിട്ടുകൊണ്ട് യോഗം നടത്തിയ കാലത്ത് അലമാരി വേണ്ടായിരുന്നു. കാരണം എന്നെ വെക്കാനാ? നമുക്ക് സാധനങ്ങൾ അധികം വന്നപ്പോഴാണ് ഈ പെട്ടി അലമാരിയൊക്കെ മേടിക്കണം തോന്നിയത്. എന്നാൽ ദൈവത്തിൻ്റെ പോളിസി എന്നാണെന്നറിയാമോ? നീ ആദ്യം ഒരു അലമാരി മേടിക്കേ. അത് മേടിക്കുവാണെങ്കിൽ അതിനകത്ത് വെക്കാനുള്ള സൂത്രം ഞാൻ തരാം. അങ്ങനെയല്ലേ വാക്യം? സ്തോത്രം, ഹല്ലേലൂയ. നീ ആദ്യം ഒരു പെട്ടകം പണിയ്. പെട്ടകം പണിത് കഴിയുമ്പോൾ ഞാൻ തന്ന സൂത്രമല്ല, ഞാൻ തരാനിരിക്കുന്ന സൂത്രം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ തരാനിരിക്കുന്ന എന്തോ ഉണ്ട്. തന്നിട്ടില്ല ദൈവം, തന്നിട്ടില്ല ദൈവം. നീ അതിന്റെ ക്രമീകരണമൊക്കെ ചെയ്യ്. സ്തോത്രം. നീ അതിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്യ്. അത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞ പെട്ടകം കാലിപ്പെട്ടിയായിരിക്കുകയല്ല, അതിനകത്ത് ഇരിക്കേണ്ട സാക്ഷ്യം ഞാൻ തന്നിരിക്കും. ഇന്നിവിടെ ഇരിക്കുന്നവരോട് പറയാം, ഇത് വിശ്വാസത്തിന്റെ മാർഗമാണ്. ഇത് കണ്ടിട്ട് ചെയ്യുന്ന മാർഗമല്ല, കാണാതെ ചെയ്യുക. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ് ജീസസ്, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. കാണാതെ നമ്മൾ ചെയ്തിട്ടാൽ ദൈവം തരും. ഞങ്ങൾ വെണ്ണിക്കുളത്ത് ഞാൻ പറഞ്ഞത് 100 പേരുള്ള സമയത്താണ് ഞങ്ങൾ സ്ഥലം മേടിക്കുന്നത്. സ്തോത്രം. സ്ഥലം മേടിക്കുന്നത്. സ്ഥലം മേടിച്ച് ഭാഗ്യവശാൽ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞതിൻ്റെ പേരിൽ ഇച്ചിരി സ്ഥലം വന്നു. അപ്പോൾ ആ സ്ഥലം വന്നപ്പോൾ ഞങ്ങളുടെ ചർച്ചിൽ അത്രയും ഗൗരവമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ ചുരുക്കാൻ. അപ്പോൾ ദൈവം വേറൊരു ചർച്ചിൽ ഒരാളെ കൊണ്ടുവന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഷായി പാസ്റ്ററെ, നിങ്ങൾ വാടകയ്ക്ക് അങ്ങനെ കിടക്കാതെ നിങ്ങൾക്ക് ഇങ്ങനെ സ്ഥലമായല്ലോ, അപ്പം നമുക്ക് ഹോള് പണിയണം എന്ന് പറയുമ്പോൾ വലിയ സ്വപ്നം കണ്ടിരിക്കുക. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു, ഹോളൊക്കെ പിന്നെ ആട്ടെ പാസ്റ്ററെ, പാസ്റ്റർ ഒരു ടെൻ്റ് അടിച്ചിട്ട് അതിനകത്തേക്ക് ആരാധന തുടങ്ങുക. ഞാൻ പറഞ്ഞു, ടെൻ്റ് അടിക്കാൻ നമ്മൾ ഇത്രയും പേരല്ലേ അച്ചാവുള്ളൂ. ഈ ഇത്രയും പേര് ടെൻ്റ് അടിച്ച ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി ആളൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെരുപ്പുണ്ടെങ്കിൽ നല്ല. എൻ്റെ പൊന്നു പാസ്റ്റർ അങ്ങനെയൊന്നും പറയാതെ പുള്ളി പെട്ടെന്ന് സംഭവം പറഞ്ഞു, നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ഒരാളെ വിളിച്ചുകൊണ്ട് വന്നു. ഞാനിങ്ങനെ, നമ്മുടെ സ്ഥലമാണ്, ഞാനിങ്ങനെ നിൽക്കുക, പുള്ളിയാണ് മുമ്പിലെല്ലാം ചെയ്യുന്നത്. പുള്ളിയെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കുക. അങ്ങനെ പുള്ളി 5-6 കൂടി കയറൊക്കെ മേടിച്ചോണ്ട് വന്നു. മറ്റേ പുള്ളിയും കൂടി വന്നിട്ട് ഒരു കുറ്റി അടിച്ചിട്ട് കയറ് പിടിക്കുക. ഈ മൂലയെന്ന് അങ്ങേ അറ്റം. ഞാൻ പറഞ്ഞു, ഇത് എന്തോ പണിയാൻ പോവാ? ടെന്റ് പണിയാമോ? ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ ടെന്റ് തന്നെ ആനയെ വളർത്താനോ? അപ്പൊ എന്നോട് പുള്ളി ചോദിച്ചു, പാസ്റ്ററിനകത്ത് കപ്പയിടാൻ പോവാണോ? ഇതെന്താ? ഞാൻ പറഞ്ഞു, അന്ന് പിന്നെ പാസ്റ്റർ എന്നെ വിഷമിക്കുന്നത്. ആ പുള്ളി, ഞാൻ പാസ്റ്റർ ആണെന്ന്, പുള്ളി വേറെ സഭയിലാണ്. പുള്ളി പറഞ്ഞു, ഞാൻ മനോട് പറഞ്ഞു, അയാൾ പറഞ്ഞു, ഞാൻ കണ്ട പാസ്റ്റർ കാല് പിടിക്കാൻ പറഞ്ഞു. പുള്ളി കാല് പിടിച്ചു. അങ്ങേ അറ്റം വരെ 120 അടി നീളം, 50 അടി വീതി. പിന്നെ അങ്ങോട്ട് സ്ഥലമില്ല. ഞാൻ വിചാരിച്ചിരുന്നു നമുക്ക് ഇച്ചിരി അഡ്ജസ്റ്റ്മെന്റ് പുറകിൽ നമുക്കൊരു വീടും ഒക്കെ സെറ്റപ്പ് ചെയ്ത് അതൊക്കെ തത്തക്കൂട് ഉടനെ കൂടാന്ന് ഓർത്തൊക്കെ ഞാൻ മനസ്സിൽ ആരോടും പറയാതിരിക്കുക. ഈ പുള്ളി കുറ്റിയടിച്ചു കയറി വരച്ച് കെട്ടി. അപ്പം ഞാൻ നോക്കി, ഞാൻ പറഞ്ഞു, ഇത്രയും വലിയ ഹോളിനകത്ത് ഞങ്ങൾ ഇത്രയും പേര് നിന്ന് കഴിഞ്ഞാൽ ഒന്നാമത് ഞാൻ എന്തോ ഒരു ഒച്ചങ്ങനെ കേൾക്കുന്നത്. കാരണം ഹോള് വലുതായി. ഇപ്പം അടച്ചിട്ടെങ്കിൽ നമുക്ക് ഇച്ചിരി പതുക്കെ പറഞ്ഞാൽ മതിയത്. പുള്ളി പറഞ്ഞു, ഒന്നും മിണ്ടരെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി വന്ന് സംഭവം ടെൻ്റ് അടിച്ചു, പണിതു. ഇത് പണിതിട്ടോ. ആദ്യമൊക്കെ ഈ പറഞ്ഞാലും കുറച്ച് പേരാത്ത ഒരു മൂലയെ കൊള്ളാനുള്ള ആളുള്ളൂ. പക്ഷെ ഇപ്പം നമുക്ക് സ്ഥലം തികയല്ല. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ ഫാഷൻ പ്രയർ വരികയാണ്. കഴിഞ്ഞ വർഷത്തെ ഫാഷൻ പ്രയർ നമുക്ക് ഇരിക്കാൻ പറ്റിയില്ല. ആൾക്കാരെ മൊത്തം സ്റ്റേജിൽ കയറ്റി പുറത്ത് വെയിലത്തിരുത്തി ഇതൊക്കെ ചെയ്തു. ഇപ്പം പിന്നെ അത് പൊളിച്ചു പണിയാൻ പറ്റാത്തതിന് പേര് ഞങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് ഒരു 500 പേരെങ്കിലും ഇരുത്താൻ വേണ്ടി ഒരു എക്സ്റ്റൻഷൻ ഈ കഴിഞ്ഞ ദിവസം പണിതിട്ടു. കാരണം ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി കൊണ്ട് പറയുക, ഞാൻ ഈ ദൂത് നിങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി പറയുക. എൻ്റെ ഇടുങ്ങിയ മനസ്സുകൊണ്ട് ഞാൻ ഒതുക്കി പണിതായിരുന്നെങ്കിൽ ഞാൻ ഒതുങ്ങിയേനെ, സഭ ഒതുങ്ങിയേനെ. സ്വർഗം നിന്നോട് പറയുന്നു, നീ കയറ് പിടിക്ക.
കൂടാരത്തിന്റെ കുറ്റി നീ നീട്ടിയടിക്ക. അങ്ങനെ ഒരു വാക്യമല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന വാക്കുകൾക്കാട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആ വാക്കിങ്ങനെയാണ്, സ്തോത്രം കിട്ടുമെന്ന് നോക്ക്. ആ വാക്കിങ്ങനെയാ, പ്രസവിക്കാത്ത മച്ചിയെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാക്ക് തുടങ്ങുന്നത്. വായിച്ചിട്ടുണ്ടോ യെശയ്യാവ്? ഉയ്യോ സ്തോത്രം, നിങ്ങൾക്ക് അറിയാമല്ലോ. വായിച്ചേ എവിടെ എഴുതിയിരിക്കുന്നേ? 54 വായിച്ചേ. പ്രസവിക്കാത്ത മച്ചിയെ, ഘോഷിച്ച് നോവ് കിട്ടിയിട്ടില്ലാത്തവളെ പൊട്ടിയാർത്ത് ഘോഷിക്കുക. ഏകാകിനിയുടെ മകൾ ഭർത്താവുള്ള മകളൊക്കെ അധികം നിന്റെ കൂടാരത്തിന്റെ സ്ഥലത്തെ വിശാലമാക്കുക. നിന്റെ നിവാസങ്ങളുടെ തിരശ്ശീല അവർ നിവർത്തട്ടെ, തടുത്തു കളയരുത്. നിന്റെ കയറുകളെ നീട്ടുക. ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കാം. ഇതൊന്നും ഞാൻ പാസ്റ്ററെ കരുതി കൂട്ടിക്കൊണ്ടെന്നല്ലോ. കർത്താവ് എങ്ങനെ ഇട്ട് തരികയെന്ന്. സ്തോത്രം. ആകെ പ്രസവിക്കാത്ത മച്ചിയോട് പറയുകയാണ് നിന്റെ കൂടാരം വലുതാക്കാൻ. പ്രസവിക്കാത്ത മച്ചിക്ക് എത്ര മുറിയുള്ള വീട് വേണം? പ്രസവിക്കാത്ത മച്ചിക്ക് എത്ര മുറിയുള്ള വീട് വേണം? നിങ്ങളുടെ വീട്ടിൽ സ്തോത്രം 4 മുറി പണിത് എന്തുകൊണ്ടാ? നിങ്ങൾക്ക് 3 മക്കളുണ്ട്. ആടാ, ഇതൊന്നും അറിയാതെയാണ് പണിതേ. 3 മക്കളുണ്ടെങ്കിൽ എത്ര മുറി വേണം? 3 പേർക്ക് ഒരേ മുറി വേണം. പിന്നെ അച്ചാനും ആരും കൂടി മുറി വേണം. അപ്പൊ എത്ര മുറി വേണം? 4. പ്രസവിക്കാത്ത മച്ചിക്ക് എത്ര മുറി വേണം? 1 മുറി മതി. കാരണം അവർക്ക് പിള്ളേരുണ്ടാവത്തില്ലല്ലോ. പിന്നെ ആർക്കാ ഇതെല്ലാം കൂടി പണിതിടുന്നത്? പക്ഷെ ദൈവം തമ്പുരാൻ വിളിച്ചു പറഞ്ഞു, ഒരുപാട് പിള്ളേരുള്ളവർ മുറി പൂട്ടി പണിതല്ല പറഞ്ഞത്, പ്രസവിക്കാത്ത മച്ചിയെ. അന്ന് ഇതുപോലത്തെ റൂമുള്ള വീടല്ല, കൂടാരമാണ്. നിന്റെ കൂടാരത്തിന്റെ തിരശ്ശീല അങ്ങേ അറ്റത്തേക്ക് നീട്ടിക്കോ. കാരണം എന്താ? അവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ആർത്തു ഘോഷിച്ചോ. നീ ഒറ്റയാനായിരിക്കും. ഏകാകിനി എന്നല്ല എഴുതിയത്. നീ ഒറ്റയാനായിരിക്കാം. എല്ലാരും നിന്നെ ഒറ്റപ്പെടുത്തി കാണും. നീ ഒറ്റയാനായിരിക്കാം. പക്ഷേ ചരിത്രം തെളിഞ്ഞു വരുമ്പോൾ സ്തോത്രം, ഒരുപാട് പേരുള്ളവരുടെ മക്കളെക്കാൾ ഏകാകിനിയുടെ മക്കളായിരിക്കും അധികമെന്ന് ദൈവാത്മാവ് ഈ വാക്യത്തിലൂടെ ദൂത് പറയാ. ഹല്ലേലൂയ. എന്റെ കർത്താവേ, ഹല്ലേലൂയ. എവിടെ നിന്നൊക്കെയാണോ ഈ ദൂത് വരുന്നത് എനിക്കറിയില്ല. സ്വർഗം ഇത് അരുളി ചെയ്യുക. കർത്താവ് പറയുന്നു, നീ ഒറ്റയാനായിരിക്കും. ഈ പായിട്ട കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പോലും ആരും കാണില്ല. ദൈവം നിന്നോട് പറയുന്നു, ഉള്ള സ്ഥലത്തിൽ 25 സെന്റ് സ്ഥലം വിറ്റ് നീ അനാഥ മന്ദിരത്തിൽ പോകാനല്ല പറഞ്ഞത്. അങ്ങനെ പറയുന്നൊരു ദൈവം അല്ല ഈ പുസ്തകത്തിലെ ദൈവം. അത് ഈ നാട്ടുകാർ പറയും. ഇതെല്ലാം കൂടി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. ഇത് വിറ്റ് സ്തോത്രം അമ്മാമ അന്നേനുള്ള അമ്മാമ അല്ലേ സ്തോത്രം വൃദ്ധസ്ഥാനത്തിനും പോ എന്ന് നാട്ടുകാർ പറയും. പക്ഷെ ദൈവം നിന്നെ കണ്ടാ പറയും, പ്രസവിക്കാത്ത മച്ചി. അതൊരു ആത്മീക ഭാഷയാട്ടോ. സ്തോത്രം, ഹല്ലേലൂയ. നിന്നോട് ദൈവം പറയുന്നു, നീ ആദ്യം ഒരു കാര്യം ചെയ്യേ, നിന്റെ കൂടാരങ്ങ് വലുതാക്ക്. ഒരു 10-25 മക്കൾ ഉണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ട് അത്രയും വലുതാക്ക. അത്രയും നിന്റെ കയറ് നീട്ടിപ്പിടി, നിന്റെ ദർശനം നീട്ടിപ്പിടി. ഈ പട്ടണത്തിൽ ഒതുങ്ങരുത്, ഈ ജില്ലയിൽ ഒതുങ്ങരുത്. ദൈവം തമ്പുരാൻ ഇതിന്റെ കയറ് നീട്ടിപ്പിടിക്കട്ടെ. നിന്റെ മിനിസ്ട്രി ഡെവലപ്പ് ആകും. നീ ഒതുങ്ങിയിരിക്കില്ല. നിനക്ക് രാജ്യങ്ങളുടെ വാതിൽ തുറക്കും. നിനക്ക് വിളി വരും, നിനക്ക് കൃപ വരും. നിന്റെ കൂടാരം നീ നീട്ടിക്കോ. ഹോളി ജുഡല ശബന റിഗന ദനയ ഉഡബ ചഗനം പ്രൗഢം തശമനഗരഗദ ശംദലരഗദ. ഓ റിബനഗദ ജന വൈശഖേനി ആദലശസിയ. ഹല്ലേലൂയ.
ആദ്യം കണ്ണടച്ച് പെട്ടകം പണിതോളണം. ദൈവം തന്ന അളവും പ്രകാരം അതിൻ്റെ പണി കഴിയുമ്പോൾ അതിനകത്ത് വെക്കാൻ സാക്ഷ്യം തരും. പെട്ടകത്തിൻ്റെ ഒന്നാം പർപ്പസ് സാക്ഷ്യം സൂക്ഷിക്കുക. രണ്ടാമത്തത് താഴേക്ക് വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നത്, അവിടെയാണ് നമ്മുടെ ദൂത് കിടക്കുന്നത്. രണ്ടാമത്തത് 21-ാം വാക്യം. കൃപാസനത്തെ, പുറപ്പാട് 25:11 കൃപാസനത്തെ പെട്ടകത്തിന്റെ മീതെ വെക്കണം. അപ്പൊ പെട്ടകത്തിന്റെ രണ്ടാമത്തെ പർപ്പസ് കൃപാസനം. അതിനെ എങ്ങനെ ചുവന്നുകൊണ്ട് നിൽക്കണം, അതിന്റെ മീതെ വെക്കാനല്ലേ പറഞ്ഞേ. കൃപാസനമാണ് ദൈവം ഇറങ്ങി നിൽക്കുന്ന സ്ഥലം. ദൈവത്തിന്റെ പുൾപിറ്റാണ് കൃപാസനം. ആ കൃപാസനത്തെ പെട്ടകം ചുമന്നുകൊണ്ട് നിൽക്കണം. ഈ രണ്ട് പർപ്പസാണ് പെട്ടകത്തിന്. ഒന്ന്, ഞാൻ തരുന്ന സാക്ഷ്യം നീ സൂക്ഷിച്ചോളണം, ആ ദൈവം നിനക്ക് തരും. രണ്ടാമത്തത് കൃപാസനം, അത് ഞാൻ ഇറങ്ങി നിൽക്കുന്ന സ്ഥലമാണ്. അത് നീ Thank you, Jesus. Thank you, Jesus. നിങ്ങളെ ട്യൂൺ ചെയ്യണം, സെറ്റ് ചെയ്യണം. ചുമ്മാ ഒരു മനുഷ്യരായിട്ടല്ല, വചനം പറയുന്ന പോലെ സെറ്റ് ചെയ്യണം. നിങ്ങൾ സ്പിരിച്വൽ ലൈഫ് സെറ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യണം. പെട്ടകത്തിന്റെ പർപ്പസ് എന്തായിരുന്നോ അതാണ് ഇന്ന് ഈ ലോകത്തിൽ വിശ്വാസി ചെയ്യേണ്ടത്. എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, സാക്ഷ്യം സൂക്ഷിക്കണം. ദൈവം നമുക്ക് തന്ന ഏറ്റവും വലിയ സാക്ഷ്യമാണ്, കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടാൻ പിതാവ് തന്ന ഏറ്റവും വലിയ സ്നേഹം. അത് സൂക്ഷിച്ചോളണം. രണ്ടാമത്തത്, ദൈവം നമ്മിൽ ഇറങ്ങി നിൽക്കണം, ദൈവ സാന്നിധ്യം വഹിക്കണം. ഇത് രണ്ടുമാണ് പെട്ടകം ചെയ്തത്. ഈ രണ്ട് ഉത്തരവാദിത്തമുള്ള പെട്ടകത്തിന്. സമാഗമന കൂടാരത്തിന് ഓരോ ഉപകരണത്തിന് ഓരോ ദൗത്യമാണ്. അതിൽ പെട്ടകത്തിന്റെ ദൗത്യം വേറൊന്നുമില്ല, ദൈവത്തിന്റെ സാന്നിധ്യം വഹിക്കുക, ദൈവത്തിന്റെ സാക്ഷ്യം സൂക്ഷിക്കുക. ഇത് സൂക്ഷിച്ചോണ്ട് നിൽക്കുക. വേദപുസ്തകം പഠിക്കുമ്പോൾ ഈ പെട്ടകം ആരും കാണാതെ അതിപരിശുദ്ധ സ്ഥലത്ത് തകശുതോല് കൊണ്ട് മറച്ചിട്ടിരിക്കുകയായിരുന്നു 38 കൊല്ലം. കനാൻ യാത്രയിൽ 2 കൊല്ലം എടുത്തു ഇതെല്ലാം പണിയാൻ. 40 കൊല്ലം മൊത്തം യാത്ര. ബാക്കി 38 കൊല്ലം പുറത്താരും കണ്ടിട്ടില്ല. എപ്പോഴും ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അകത്ത്. നിങ്ങൾ സമാഗമന കൂടാരത്തെ തൽക്കാലത്തേക്ക് ഒരു സഭയായി കണ്ടേ, അതിനകത്ത് ഉപകരണങ്ങളെല്ലാം ഓരോ വിശ്വാസിയായി കണ്ടേ. യാഗപീഠത്തെ വരുന്നവരെല്ലാവരും കാണും, കാരണം അത് മുമ്പിലിരിക്കുകയാണല്ലോ. നിലവിളക്കിനെ എല്ലാവരും കാണും, കാഴ്ചയപ്പത്തിൻ്റെ മേശയെ കാണും, പിന്നെ അവിടുത്തെ ഉപകരണങ്ങൾ താമ്രത്തൊട്ടി എല്ലാം കാണും. പക്ഷെ പെട്ടകത്തെ അധികം ആരും കണ്ടിട്ടില്ല, കാരണം അതിങ്ങനെ മറഞ്ഞിരിക്കുക. പക്ഷെ ഞാൻ ദൂത് പറയാം, ലോകമുള്ള കാലത്തോടത്തോളം ദൈവസാന്നിധ്യം വഹിച്ചവനെ ആ ജന്മകാലം മറച്ചു വെക്കാൻ ദൈവം അനുവദിക്കുകയില്ല. യോശുവയുടെ കാലം വന്നപ്പോൾ ദൈവം യോശുവയോട് പറഞ്ഞു, ഇനി പെട്ടകത്തെ മറച്ചു വെക്കണ്ട, അവനെ പുറത്തു കൊണ്ടുവരാൻ. ഹല്ലേലൂയ. അങ്ങനെയല്ലേ ബൈബിൾ പഠിപ്പിക്കുന്നത്? മോശയുടെ കാലം മുഴുവൻ പെട്ടകം തിരശ്ശീലക്കകത്തായിരുന്നു. പർപ്പസ്ലി അത് തന്നെയായിരുന്നു. മോശയല്ല കുറ്റക്കാരൻ, അതായിരുന്നു അതിന്റെ വ്യവസ്ഥ. പക്ഷെ ദൈവം നീതിമാന. അകത്തെ മുറിക്കകത്ത് ആരും അറിയാതെ ഒതുങ്ങി പ്രാർത്ഥിച്ച് ദൈവസാന്നിധ്യം വഹിച്ചുകൊണ്ടിരുന്നവനെ ആരും അറിയാതെ തിരിച്ചു വിളിക്കുകയല്ല. അവനെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പറഞ്ഞു. എപ്പോഴാണ്? യോർദാന്റെ തീരത്ത് വന്നപ്പോൾ യോശുവ കരയാൻ തുടങ്ങി. എങ്ങനെ അക്കരെ പോകും, എങ്ങനെ അക്കരെ പോകും? വീണ്ടും മർമ്മങ്ങൾ വെളിപ്പെടുന്നു. സ്തോത്രം. യോശുവ ഇവിടെയാണ് തെളിയേണ്ടത്. യോർദാൻ കടന്നെങ്കിലേ യോശുവയുടെ വിളി തെളിയോളൂ. ബൈബിള് പഠിക്കുമ്പോൾ
മോശയ്ക്ക് ശേഷം യോശുവ അധികാരത്തിൽ വരുമെന്ന് പാളയത്തിൽ ആർക്കും പ്രതീക്ഷയില്ല. സാധ്യത കൂടുതലും ബൈബിൾ പഠിച്ചവർക്കറിയാം കാലേബിനായിരുന്നു. അദ്ദേഹത്തിന്റെ സംഭാഷണത്തിലും ജനത്തിന്റെ, പക്ഷെ യോശുവയുടെ സംഭാഷണത്തിൽ എനിക്ക് മനസ്സിലായി യോശുവയ്ക്ക് പോലും പ്രതീക്ഷയില്ലായിരുന്നു എന്ന്. കാരണം യോശുവയോട് ദൈവം പറയുന്നുണ്ടാ, നീ പേടിക്കണ്ട, ഞാൻ നിന്നെ അവരുടെ മുമ്പാകെ വലിയവനാക്കിക്കോളാം. അങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞു. ഓർക്കുന്നോ എന്തിനാ അങ്ങനെ പറയേണ്ട വന്നേ? ഈ പുള്ളിക്ക് പേടിയാ. കാരണം പുള്ളിയുടെ ചിന്ത, ഞാൻ കൊച്ച ചെറുക്കനല്ലേ, എന്നേക്കാ ചേട്ടന്മാർ ഇവിടെ ഉണ്ടല്ലോ, ഞാൻ മോശയ്ക്ക് ശേഷം ഞാൻ കയറി കുപ്പായിട്ടുണ്ട് നിന്ന യുമാൻ എന്നെ അംഗീകരിക്കുമെന്ന് എങ്ങനെ അറിയാം? പുള്ളിക്ക് പേടി. അപ്പൊ ദൈവം പറഞ്ഞു, വേറെ ആരും അല്ല, നീ തന്നെയാണ്. അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ ഇപ്പൊ ചെറിയവനായിരിക്കും, ഞാൻ നിന്നെ വലിയവനാക്കിക്കോളാം. ദൈവം പറഞ്ഞു, ഞാൻ ആക്കിക്കോളാം. അപ്പൊ ആ വാക്കിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു, യോശുവയ്ക്ക് പേടിയുണ്ടായിരുന്നു, ഇവരെന്നെ അംഗീകരിക്കുവോ, ഞാൻ വലിയവനല്ലല്ലോ. ദൈവം പറഞ്ഞോടാ, അവരുടെ ഇടയിൽ വലിയവനാക്കുന്ന ഞാനല്ലേ. എങ്ങനെ വലിയവനാക്കുന്നതെന്ന് ദൈവം പറഞ്ഞില്ല കേട്ടോ. ഫ്ലാറ്റ് കൊടുത്തല്ല, പ്രൈവറ്റ് ജെറ്റ് കൊടുത്തല്ല, അങ്ങനെയൊന്നും ആരും വിചാരിക്കരുത്. സ്വത്രം. പിന്നെ എങ്ങനെയാണെന്നറിയാമോ? ഈ യോർദാൻ മുമ്പിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ ജനം എല്ലാം കൂടി, നിങ്ങൾ ആ രംഗം ഒന്ന് പിക്ചറൈസ് ചെയ്യണം. ഈ വേദവസം വായിക്കുമ്പോൾ ചുമ്മാ ഇത് അത് മനസ്സിൽ കാണും. അപ്പൊ ജനം എല്ലാം കൂടി എല്ലാ കൂട്ടത്തെയും കാണുമല്ലോ കുറെ ആൾക്കാർ. അപ്പൊ ഇവൻ ഈ അധികാരത്തിൽ വന്ന് യോശുവയാണ് ഇനി മുന്നോട്ട് നയിക്കേണ്ടതെന്നൊക്കെ വന്നപ്പോൾ, യോശുവയെ കുറിച്ച് അത്ര മതിപ്പില്ലാത്തവരോ തന്നെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെല്ലാം പറഞ്ഞു, ഒന്ന് കാണും, ഇപ്പൊ അങ്ങനെയാണെങ്കിൽ യോർദാൻ പിളർക്കുന്ന അങ്ങനെ പോകണമെന്ന് കാണട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം എന്നും പറഞ്ഞു എന്നെ കയ്യും ചോദിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ചില ആൾക്കാർ അങ്ങനെ ഉണ്ടല്ലോ, വെള്ളം കുടിക്കട്ടെ അന്നേരം ആട്ടെന്നും പറഞ്ഞോട്ട്. പുള്ളിയല്ലേ ഇറങ്ങിയത്, എല്ലാം കൂടി എന്നാൽ പുള്ളി ഞാനങ്ങ് ചോക്കട്ടെ, അങ്ങനെ ഇരിക്കുക. അപ്പൊ ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ വലിയവനാക്കാം. എങ്ങനെ വലിയവനാക്കാന്ന് പറഞ്ഞില്ല. അപ്പൊ യോർദാൻ മുമ്പിൽ കിടക്കുന്നു. യോശുവ പ്രാർത്ഥനയോട് പ്രാർത്ഥന. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ദൈവം മനസ്സിലാക്കി കൊടുത്തത്, ഈ പെട്ടകം ജനം പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ? പെട്ടകം പുറത്തു വരുന്ന സാധനമല്ലല്ലോ. ഒരിക്കലും ദൈവത്തിന്റെ പരിപാടി എല്ലാരും ചെയ്ത പോലെ ചെയ്യലല്ല, ജനത്തിന്റെ പ്രതീക്ഷയെ തകിടം മറിക്കുക. സ്വപ്നത്തിൽ കണ്ടില്ല പെട്ടകം പുറത്തു വരുമെന്ന്. കാരണം പെട്ടകം പുറത്തു വരുന്ന സാധനമല്ല, അതിപരിശുദ്ധ സ്ഥലത്തിരിക്കുന്ന സാധന. ദൈവം പറഞ്ഞാൽ പിന്നെ ആർക്ക് വെച്ചോണ്ടിരിക്കാൻ പറ്റും? പിന്നെ ഏതെങ്കിലും പാരമ്പര്യത്തിന് പറ്റുമോ? ഞാൻ അങ്ങനെ തന്നെ ദൂത് പറയാം കേട്ടോ, പാസ്റ്ററിനെ കേട്ടോ, എഴുതി വെക്കണേ എഴുതി വെച്ചോ. ഇവിടെ ഈ പട്ടണത്തിൽ ചില കക്ഷികളുണ്ട്, അതിപരിശുദ്ധ സ്ഥലത്തിരുന്നേ ആരാധിക്കത്തുള്ളൂ, പുറത്തു വരികയല്ല. അവരെ ദൈവം പുറത്തു കൊണ്ടുവന്ന് സഭയ്ക്കകത്ത് കയറ്റും. ഇപ്പോഴും നമുക്കറിയില്ല. ഹല്ലേലൂയ. അവര് എറണാകുളത്ത് പോയി സ്നാനപ്പെട്ടു, അവര് മദ്രാസിൽ പോയി സ്നാനപ്പെട്ടു, ബാംഗ്ലൂർ പോയി സ്നാനപ്പെട്ടു, ആരോടും മിണ്ടാതെ അകത്തിരുന്ന് പെട്ടകം കളിക്കുക. ദൈവം എന്നോട് പറയുന്നു, സ്വർഗം പുറത്തു കൊണ്ടുവരും. അതിന്റെ സമയമായിട്ടുണ്ട്. ആ നേതൃത്വം മാറിയപ്പോൾ, ആള് മാറിയപ്പോൾ, പുതിയൊരു അധ്യക്ഷൻ വന്നപ്പോൾ അകത്തിരുന്നവനെ എല്ലാം സ്വർഗം പുറത്തിറക്കി. യേശുവിന്റെ നാമത്തിൽ പുതിയൊരു യുഗം വിരിയട്ടെ, പുതിയൊരു അഭിഷേകം വ്യാപരിക്കട്ടെ, പുതിയൊരു നേതൃത്വം, പുതിയൊരു അധികാരം, പുതിയൊരു അപ്പോസ്തലത്വം ദൈവം ജനത്തിന് മേൽ തെളിയിക്കട്ടെ. ഹല്ലേലൂയ. സ്വപ്നത്തിൽ ആരും വിചാരിച്ചില്ല. ഞാൻ ഇങ്ങനെ തന്നെ ചാരി പറയാം, നിലവിളക്ക് വിചാരിച്ചില്ല പെട്ടകം പുറത്തു വരുമെന്ന്. കാഴ്ചയപ്പം തന്നെ മേശ വിചാരിച്ചില്ല ഇവനകത്ത് തുള്ളിച്ചാടി ആരാധിക്കുമെന്ന്. ഇവരാരും വിചാരിക്കാതെ സാധനം ദൈവം പുറത്തു കൊണ്ടുവന്നു. അകത്ത് മൂർഖൻ എന്താ പറയാ, കുറുകിയിരിക്കുന്നത് പോലെ ആർക്കും പിടികൊടുക്കാതെ സ്വത്രം ദൈവത്തെ വിശ്വസിച്ചിരിക്കുന്ന ചിലര് ഇവിടെ ഈ ജില്ലയിൽ, ഈ പട്ടണത്തിൽ വൻപൻ വീടുകളിലുണ്ട്. ഇവിടെ ആർക്കും അറിയില്ല, ഇവിടെ ആർക്കും അറിയില്ല, ഇവിടെ ആർക്കും പിടികൊടുത്തിട്ടില്ല. പക്ഷെ അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആത്മീകം ഇവിടെ തെളിയിക്കാമെങ്കിൽ സ്വർഗം അവരെ എല്ലാം പുറത്തേക്ക് ഇറക്കും.
പുറത്തേക്കിറക്കും. സഭ അത് കാണാൻ പോവുക. ദൈവം അത് ചെയ്യാൻ പോകുകയാ. അതിന് നിങ്ങൾ മെനക്കെടണ്ട, അതിന് നിങ്ങൾ കൺവെൻഷൻ നടത്തണ്ട, അതിന് നിങ്ങൾ വേറൊന്നും ചെയ്യണ്ട. സ്വർഗം കൽപ്പിക്കും, പുറത്തു വാ. ഹല്ലേലൂയ. 38 കൊല്ലമായി ആർക്കും പിടികൊടുക്കാതെ, ആരും കാണാതെ ദൈവസാന്നിധ്യം വഹിച്ചു നിന്ന പെട്ടകം. ആ പെട്ടകത്തെ യോശുവ കരയാൻ തുടങ്ങിയപ്പോൾ, സ്തോത്രം, ഞാൻ ഈ പറഞ്ഞ എല്ലാം കൂടി കൂട്ടി വായിച്ചേ. നിർണയപ്രകാരം യോശുവ നേതൃത്വത്തിൽ വന്നു. ഇക്കടെ മുമ്പിൽ ആളുകളെല്ലാം കൂടി നീ ഇപ്പം എന്നാ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കാൻ തുടങ്ങി. അങ്ങനെ വാക്യമില്ല, പക്ഷേ നമുക്കവിടെ ഊഹിക്കാം. അങ്ങനെ കരയാൻ തുടങ്ങി. മോശ ഒറ്റയ്ക്കിരുന്ന് കരയാൻ തുടങ്ങിയപ്പോൾ യോശുവ ഒറ്റയ്ക്കിരുന്ന് കരയാൻ തുടങ്ങി. യോശുവ കരയാൻ തുടങ്ങിയപ്പോൾ യോശുവയുടെ കൂടെ നിൽക്കാൻ സ്വർഗം പറഞ്ഞു, മറഞ്ഞിരിക്കുന്ന പെട്ടകത്തെ പുറത്തു കൊണ്ടുവരാൻ. പെട്ടകം പുറത്തു വന്നു. പെട്ടകം പുറത്തു വന്നതോടുകൂടെ യോർദാനിൽ വഴി തെളിഞ്ഞു. അപ്പ ജനത്തിന് മനസ്സിലായി, ഇവൻ സാധാരണക്കാരനല്ല. ആരും കാണാത്ത വഴിയുണ്ടായി. ഒരുപാട് പേരെ അക്കരെ കടത്തി. ദൈവാത്മാവിൽ ഞാൻ പറയാം, ഒരുപാട് പേരെ അക്കരെ കടത്താൻ, കനാനിൽ കയറ്റിവിടാൻ, നിന്റെ കൂടെ നിൽക്കാൻ സ്വർഗം ചിലരെ കണ്ടുവച്ചിട്ടുണ്ട്. അവരെ ദൈവം രംഗത്തിറക്കും. ഹല്ലേലൂയ. ഇനി അങ്ങോട്ട് നോക്കിയോ, സ്തോത്രം. യെരിഹോ വന്നു, പെട്ടകം കൂടെ നിന്നു. പെട്ടകം കൂടെ നിന്നു. സ്തോത്രം. ദാഗോന്റെ ക്ഷേത്രത്തിനകത്ത് പെട്ടകത്തെ കയറ്റിവിട്ടു. പിന്നെ അങ്ങോട്ട് പെട്ടകത്തിന്റെ കാലമായിരുന്നു കുറച്ച് നാള്. ഞാൻ ഇങ്ങനെ പറഞ്ഞു ഉച്ചയ്ക്ക് നിർത്താം. സ്തോത്രം. നിങ്ങൾ 4 മണി വരെ ഇരിക്കുന്ന എനിക്കറിയാം. സ്തോത്രം. പക്ഷെ വൈകുന്നേരം യോഗം ഉണ്ടല്ലോ. പറ്റുമെങ്കിൽ നിങ്ങൾ ആരും വരാതിരിക്കരുത്. സ്തോത്രം. കഴിയുന്നിടത്തോളം വൈകുന്നേരം. എനിക്കാണ് ഏറ്റവും കൂടുതൽ ദൂരെ പോകേണ്ടത്. നാളെ രാവിലെ എനിക്ക് സ്തോത്രം തിരുവല്ലായിൽ പാസ്റ്റർ KC കൊണ്ട് ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന നടക്കുക. വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ തന്നെ നേരം വിളക്കും. എന്നിട്ട് സ്തോത്രം ഉറങ്ങാൻ നേരം കിട്ടിയാൽ ഉറങ്ങാതെ കുളിച്ചൊരുങ്ങി ദൂതും ഉണ്ടായിക്കൊണ്ട് രാവിലെ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കർത്തൃദാസനാണ്, അദ്ദേഹത്തിൻ്റെ സഭയിലാണ്. അപ്പോൾ ചുമ്മാ പോകാൻ പറ്റിയല്ല. അപ്പോൾ ഞാനാണ് ഏറ്റവും കൂടുതൽ ക്ഷീണിതനാകേണ്ടത്. നിങ്ങൾക്ക് രാത്രി പോയി കിടന്നുറങ്ങാലോ. അപ്പോൾ അതുകൊണ്ട് എന്താണെങ്കിലും ഇത്രയും പ്രകാശനമുള്ള സമയത്ത് വൈകുന്നേരം വരാതിരിക്കരുത്. ഞങ്ങൾ പരിചയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോണ്ട് വരിക. ദൈവം ചിലരെ ഒരുക്കട്ടെ. ഞാൻ ഇങ്ങനെ പറഞ്ഞു നിർത്താം. യേശു അകത്ത് വന്നാൽ അവനൊരു മർമ്മമാണ്. പെട്ടകത്തിൽ ദൈവസാന്നിധ്യം വന്നു. പെട്ടകം തടി കൊണ്ടുണ്ടാക്കിയതാണ്, അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. പക്ഷെ അതിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നു. സാന്നിധ്യം ഉള്ളതിൻ്റെ മുമ്പിൽ യോർദാൻ പിളർക്കും, യെരിഹോ തകരും, ദാഗോൻ ഉടഞ്ഞു വീഴും. ദൈവം പ്രവർത്തിക്കും, ദൈവപ്രവൃത്തി വെളിപ്പെടും. സ്വർഗ്ഗം അത് ചെയ്യും. യേശു അകത്തുണ്ടോ, നിന്നെ ഒതുക്കാൻ കഴിയില്ല. സ്തോത്ര ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ യേശുവിൻ്റെ കല്ലറയെ ഓർത്തു പോകുക. അരിമത്യയിലെ യോസേപ്പിന്റെ കല്ലറ. ഈ കർത്താവ് പ്രാണത്യാഗത്തോളമായി ണ്ട്. സ്തോത്രം. യേശുവിനെ അകത്തിട്ടുകൊണ്ട് പുറത്തെന്നാ പൂട്ടിയാലും അകത്ത് കടക്കുന്നവൻ മുദ്ര പൊട്ടിക്കുന്നവനാണ്. നിങ്ങൾക്കതിനെ പൂട്ടിവെക്കാൻ പറ്റില്ല. അത്രയും വെളിപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇനി ഞാൻ പറയുന്നത് കേൾക്കണം. അന്ന് ക്രൂശിൽ കിടന്ന യേശു, സ്വന്തം തോളിൽ തല ചായ്ച്ച യേശു, ആ യേശു ശീലയിൽ പൊതിഞ്ഞ് കല്ലറയ്ക്കകത്ത് 2-3 ദിവസം കിടന്നു. അങ്ങനെ ശീലയിൽ പൊതിഞ്ഞ യേശുവിനെ അകത്ത് വെച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം പുറത്ത് വെച്ച മുദ്ര പൊട്ടിച്ചെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് യേശു അകത്ത് വസിക്കുക. ആ യേശു അകത്തുള്ളപ്പോൾ നിന്റെ പുറത്ത് എന്നാ കൊണ്ട് പൂട്ടിയാലും അകത്തിരിക്കുന്ന യേശു ആ പൂട്ട് പൊട്ടിക്കും.
ഒതുക്കാൻ പറ്റില്ല, ബന്ധിക്കാൻ പറ്റില്ല, പൂട്ടാൻ പറ്റില്ല, ഇല്ലാതാക്കാൻ പറ്റില്ല. അകത്തേശുണ്ടോ, അകത്തേശുണ്ടോ, നിന്നെ ഒതുക്കാൻ പറ്റില്ല. കൃപ ശകാനയാ തരാതം തരേദി ഉടാലബാരബ ശംദലരഗദന. ഹല്ലേലൂയ. ഇനി എല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്ക്, ഇനി എല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്ക്, എല്ലാവരും കൂടി എഴുന്നേറ്റ് നിൽക്ക്. ഒരു 4-5 മിനിറ്റ് പോകരുതാരും. 4-5 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്ക്. ഇത്രയും നേരം പറഞ്ഞതൊന്നും ഒരു സിസ്റ്റമാറ്റിക്കായ ഒരു പ്രസംഗം അല്ലായിരുന്നു. ഞാൻ ഇങ്ങനെയല്ല പ്രസംഗിക്കാറുള്ളത്. ടി വിയിലും മറ്റു മാധ്യമങ്ങളിലൊക്കെ നിങ്ങൾ സാധാരണ പ്രസംഗം കേൾക്കുന്നവരാ. സ്തോത്രം. വളരെ അച്ചടക്കത്തോടെ ഒരു വാക്യത്തിൽ നിന്ന് തുടങ്ങി രാവിലെ തീർന്നില്ലെങ്കിൽ വൈകുന്നേരം കൊണ്ട് തീർത്തൊക്കെ പോകുന്നൊരു മനുഷ്യനാണ്. പക്ഷെ ഇന്ന് എനിക്കൊരു കുറിവാക്യം വായിക്കാൻ പറ്റിയില്ല. ഞാൻ മനസ്സിൽ കരുതിയതൊന്നുമല്ല പറഞ്ഞത്. കർത്താവ് ഒരു 2-2.5-3 മണിക്കൂർ ദൈവാത്മാവ് ഇടപെട്ടോണ്ടിരിക്കുകയായിരുന്നു. നീ ഒരു പെട്ടകമാകണം. വേറൊന്നും ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, വേറൊന്നും പ്രാർത്ഥിക്കുന്നില്ല. പെട്ടകം പോലെ, പെട്ടകം പോലെ. യെസ്, ഹല്ലേലൂയ. ഈ സഭ പാലക്കാട് പട്ടണത്തിൽ പണ്ട് ദൈവത്തിന്റെ പെട്ടകം എന്തായിരുന്നു അതുപോലത്തെ ഒരു അനുഭവമായിരിക്കണം. ദൈവ സാന്നിധ്യം ചുമക്കുന്ന, ഇതിന് നേരെ വരുന്ന വിഷയങ്ങളെ മിടിച്ചു കളയുന്ന, ഇതിന്റെ മുമ്പിൽ വഴി തുറക്കുന്ന ദാഗോന്യ ശക്തികളെ ഇല്ലാതാക്കാൻ സ്വർഗം എഴുന്നേൽപ്പിച്ച, പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ പെട്ടകം. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓരോരുത്തരെ കണ്ണടച്ച് പ്രാർത്ഥിച്ച്, എല്ലാ ബ്രദേഴ്സ്, എല്ലാ സിസ്റ്റേഴ്സ്, എല്ലാ അമ്മമാർ, എല്ലാ പിതാക്കന്മാർ, സുവിശേഷ വേലക്കാർ പ്രാർത്ഥിച്ച് ഒരു പെട്ടകം പോലെ, ഒരു പെട്ടകം പോലെ നിന്റെ സാന്നിധ്യം വഹിപ്പാൻ, രാത്രി പ്രാർത്ഥിപ്പാൻ, അധികം പ്രാർത്ഥിപ്പാൻ, എന്നെ ഒരുക്കണമെന്ന് പ്രാർത്ഥിച്ച്, മക്കളെ പ്രാർത്ഥിച്ച് നിന്നെ ഒരു പെട്ടകമാക്കട്ടെ, നിന്നെ ഒരു പെട്ടകമാക്കട്ടെ. നിന്റെ ഭർത്തൃ വീട്ടിൽ നീ ഒരു പെട്ടകമായിരിക്കണം. നിനക്കെതിരെ വരുന്ന ഒരു കോട്ടയും നിൽക്കരുത്, ഒരു മുദ്രയും നിൽക്കരുത്. നിന്റെ സന്തതി, നിന്റെ മകള്, നിന്റെ മകന് നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ഈ വാക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചോ. എന്റെ ദൈവമേ, എന്റെ തലമുറയെ ദൈവത്തിന്റെ പെട്ടകം പോലെ ദൈവ സാന്നിധ്യത്തിന് ഒരുക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവർക്കായി, ഇവിടെ നിൽക്കുന്നവർക്കായി ഞാൻ ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം അകത്ത് വസിക്കാൻ ദൈവം കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ, ഞങ്ങളുടെ ദാസനെ, ദാസിയെ, സഭയോട് ചേർന്ന് നിൽക്കുന്നവരെ, ഓൺലൈനിൽ വാച്ച് ചെയ്യുന്നവരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണേ അപ്പ. പ്രത്യേകിച്ച് ദൈവം എനിക്ക് തന്ന, ഞാൻ ഇന്ന് വരെ പറയാത്ത വെളിപ്പാട്, എവിടെയൊക്കെയോ പോയി സത്യം തിരിച്ചറിഞ്ഞ് ആരും അറിയാതെ പെട്ടകം കണക്കെ പുറത്തു വരാതിരിക്കുന്ന വൻപൻ വിശ്വാസികളുണ്ട്. ഞാൻ ഈ സഭയ്ക്ക് വേണ്ടി അവരെ ചോദിക്കുക, ഇവര് വിശ്വസ്തയോടെ നിന്ന്, വചനത്തിൽ ഉറച്ചു നിന്ന്, തിരുവെഴുത്തിൻ പ്രകാരം ഈ പട്ടണത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ എൻ്റെ കർത്താവ് ഇതുവരെ പുറത്തു വരാത്തവരെ പുറത്തു വരുത്തി കൊടുക്കണം. അടുത്ത കൊല്ലം ഈ സമയമാകുമ്പോഴേക്കും എൻ്റെ കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ അടിയന്റെ പ്രാർത്ഥന കേട്ട് ഈ ദൂത് ഫലിക്കണമേ.